ഇപ്പം ഞാൻ ഒരു പെൺകുട്ടിയായിട്ട് ഇപ്പം മാറി. ഇപ്പം ഒരു ആൺകൊച്ചിന് പെൺകൊച്ചാണ്, എത്ര നാൾ ആ കുട്ടി ആണായിട്ട് അഭിനയിച്ച് നടക്കും. അക്സെപ്റ്റ് ദ റിയാലിറ്റി ഓർ അക്സെപ്റ്റ് ദ ട്രൂത്ത്, ബി യുവർസെൽഫ്. ഇപ്പത്തിൽ എനിക്കറിയാം അമ്മയുടെ ഷോൾ എടുത്തിട്ട് എൻ്റെ മുടിയൊക്കെ കെട്ടി കളിക്കാനും പിന്നെ മേക്കപ്പ് കൊണ്ട് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ഏജ് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു, ട്രാൻസ് ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു കൊച്ചിയിൽ. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇറ്റ് ടുക്ക് മീ എ വെരി ലോങ്, മേ ബി 20 years ടു ഫിഗർ ഔട്ട് വാട്ട് ആം ഐ റൈറ്റ് നൗ. ഞാൻ ട്രാൻസ് ആണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി എനിക്ക് തോന്നിയത് ഞാൻ യൂണിവേഴ്സിറ്റി മണിപ്പാലിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മൂവീസിലോട്ടും കാര്യങ്ങൾക്കും പോകാൻ പറ്റും. അതിലൊരു എക്സാമ്പിളാണ് എന്താ പറയുക, അഞ്ജലി അമീറും സുധീർ സിത്താരയൊക്കെ. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കുറേ ആൾക്കാർ 10th grade പോലും കംപ്ലീറ്റ് ആക്കാതെ കമ്മൗട്ട് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കിക്ക് ഔട്ട് ആവുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല. സോ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ല, പ്രോപ്പർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇല്ല, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അങ്ങനത്തെ കേസിൽ എന്താ പറയുക, ഇതുപോലെ ഒരു വലിയൊരു മീഡിയ ഓക്കെ, ഇപ്പോൾ സപ്പോസ് എൻ്റെ കേസിൽ ഞാൻ കാനഡയിൽ വന്നു, ഐ ഡിഡ് മൈ ട്രാൻസിഷൻ. സോ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ ഗെസ് ഐ എം ദ ഓൺലി വൺ ട്രാൻസ് ഗേൾ ഇൻ എമംഗ് മലയാളി കമ്മ്യൂണിറ്റി ഹു കെയിം ഹിയർ കാനഡ ആൻഡ് ഡി ട്രാൻസിഷൻ. അപ്പം ഹാസിൽ ഫ്രീ ക്ലിനിക് എന്ന് പറഞ്ഞ ക്ലിനിക്ക് ഇവിടെ ഡൗൺ ടൗണിലുണ്ട്. സോ ത്രൂ ദം ഐ കണക്റ്റഡ് ടു മൈ ഫാമിലി ഡോക്ടർ ആൻഡ് ദെൻ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എടുക്കേണ്ടത് ഹോർമോൺ ടാബ്ലറ്റ് ആണ്. ഇപ്പം ഹോർമോൺ ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഓർ ഹോർമോൺ പാച്ചസ് ഓർ സം സോർട്ട് ഓഫ് ക്രീംസ്. അപ്പോൾ ഫസ്റ്റിന് ഹോർമോൺ ടാബ്ലറ്റ് എടുത്തു. ബട്ട് എന്താ പറയുക, ദാറ്റ് ഇസ് നോട്ട് വർക്കിംഗ് ബിക്കോസ് ഹാഫ് ഓഫ് ദ ടാബ്ലറ്റ് ഡൈജസ്റ്റ് ആയി പോവും. സോ ലിറ്റിൽ ബിറ്റ് കുറച്ച് ക്വാണ്ടിറ്റിയെ ബോൾഡ് എത്തത്തുള്ളൂ. സോ ഇഞ്ചെക്ഷൻ എടുക്കാൻ തുടങ്ങി. ദാറ്റ് ഇസ് ബിറ്റ് എക്സ്പെൻസീവ്. ആൻഡ് ദെൻ ആഫ്റ്റർ 1 year ഐ ഡിഡ് മൈ സർജറീസ്. സർജറി എല്ലാം ഇവിടെ കവേർഡ് ആണ്. Breast surgery, pre-medical care, yeah. It was covered under OHIP. Yeah, so I didn't pay much for that, but I still paid for my laser and my estrogen and of course my makeup and stuff. ഇപ്പം ഞാൻ കേട്ടത് വെച്ചാൽ നമ്മൾ സർജറി കഴിയുമ്പം ഒരു 15 years നമ്മുടെ ലൈഫിൽ നിന്ന് കുറയുക. സപ്പോസ് ഞാൻ 70 years വരെ ജീവിക്കുമെങ്കിൽ ഞാൻ അതിന് 15 കുറച്ച് കഴിയുമ്പം എത്ര 55 വരെ ഞാൻ ജീവിക്കത്തുള്ളൂ. അത്രയും ലൈഫ് ഇവിടെ എന്താ പറയുക സ്പാൻ കുറയുക.